എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൻകേക്ക് ആണ്. ഇത് ഉണ്ടാക്കാൻ വെറും 5-10 മിനിറ്റ് മതി. ആദ്യം നമുക്ക് 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി അതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ടത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും പിന്നെ 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ വിസ്കോ ഫോർക്കോ ഉപയോഗിച്ച് നല്ല പഞ്ചസാര അലിയുന്ന വരെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സിയിൽ അടിച്ചെടുത്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയാണ് ബീറ്റർ യൂസ് ചെയ്തത്. ഇതിലേക്ക് 1 കപ്പ് മൈദ നമുക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാല് നമുക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യില്ല. ബട്ടർ ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡറിന് പകരം നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ആയാലും ചേർക്കാം. ഞാനിതിൽ കട്ടയില്ലാതെ ഇരിക്കാൻ വേണ്ടിയാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ കട്ടയില്ലെങ്കിൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒത്തിരി തിക്കല്ല. പാനിലേക്ക് ഓയിലോ ബട്ടറോ തൂത്തിട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമാണ്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കാം. അത് ബബിൾസ് വരുമ്പോഴത്തേക്കും മറിച്ചിട്ട് കൊടുക്കുക. നല്ല റൗണ്ട് ഷേപ്പ് കിട്ടണമെങ്കിൽ ഒരു സമയത്ത് ഒരെണ്ണം ചുട്ടെടുക്കുന്നതാണ് നല്ലത്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ വാനില ഫ്ലേവറിൽ പാൻകേക്ക്സ് ഉണ്ടാക്കി. ഇനി നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവറിൽ ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ബാറ്ററിൽ ഞാനൊരു 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇതിൽ നല്ല കട്ടകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. മാക്സിമം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ചോക്ലേറ്റ് പാൻകേക്ക്സും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ പാൻകേക്സും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചോക്ലേറ്റ് പാൻകേക്സ് ആണ്. എന്നാലും വാനില അടിപൊളിയാട്ടോ. വാനില പാൻകേക്കിൽ നമ്മൾ തേനും ചോക്ലേറ്റ് പാൻകേക്കിൽ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ചോക്ലേറ്റ്സ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ചോക്ലേറ്റ് പാൻകേക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് രണ്ടും അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്.